വാർത്തകൾ തുടരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കും പാർലമെന്റ് അംഗത്തിന്റെ നിഷ്ക്രിയത്വത്തിനുമെതിരെ LDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി 3 പീടികയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്കാരുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നമുക്കുണ്ടായി. ആ ഭരണകൂടങ്ങളിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടങ്ങൾ, അതിനുശേഷം അല്പകാലത്തേക്കെങ്കിലും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം, പിന്നീട് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം, ഈ ഭരണകൂടങ്ങളൊക്കെ നമ്മുടെ നാട്ടില് ഭരണം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു കാര്യം അതിനുശേഷമുള്ള ഭരണകൂടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ ആളുകൾക്കൊക്കെ തന്നെ, മൊറാർജി ദേശായി വരെയുള്ള ഇന്ത്യയുടെ ഭരണാധികാരികൾക്കൊക്കെ തന്നെ ഒരു ഇന്ത്യൻ മനസ്സുണ്ടായിരുന്നു. അവർക്ക് ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഇന്ത്യക്കാരനാണെന്നുള്ള ഒരു ബോധം അതുവരെയുള്ള നേതാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. PS മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി EK സിദ്ധാർത്ഥൻ, NA ഇസ്മയിൽ, A മുരളീധരൻ, MP ജോബി എന്നിവർ പ്രസംഗിച്ചു. നാട്ടിക SN കോളേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യമായി അനുവദിച്ച ബോട്ടണി വിഭാഗം ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 10:30 കോളേജ് സെമിനാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കോളേജ് പ്രിൻസിപ്പാൾ C വിനോദ് കുമാർ അധ്യക്ഷത വഹിക്കും. കാലിക്കറ്റ് സർവകലാശാല ബോട്ടണി വിഭാഗം റീഡർ ഡോക്ടർ ജോസ് T പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തും. ബോട്ടണി വിഭാഗം മുൻ മേധാവി ഡോക്ടർ AR രാജു റിസർച്ച് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ C വിനോദ് കുമാർ, ബോട്ടണി ഹെഡ് പ്രൊഫസർ KN രമേശ്, അധ്യാപകരായ സുബിൻ, ശ്രീജിത്ത്, പ്രൊഫസർ VS റജി എന്നിവർ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടിയുടെ വലപ്പാട് പഞ്ചായത്ത് തല ജനസഭ കോതകുളം അനുഗ്രഹ ഹാളിൽ നടന്നു. ജില്ലാ സെക്രട്ടറി ജിതിൻ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടിയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും പ്രമുഖ സാഹിത്യകാരിയുമായ സാറ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. എടമുട്ടം ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KM നൂറുദ്ദീൻ, CS സുനിൽ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലം ആണ് അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്ത വസ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദോഹ കരാറിൽ തന്നെ ജലം ഒരു വിൽപ്പന ചരക്കാണ് എന്ന ഒരു നയം രൂപീകരിക്കപ്പെട്ടു. ലോകത്തുള്ള 140 രാഷ്ട്രങ്ങളിലെയും പുസ്തക കമ്പനികളിൽ ഏതിന് വേണമെങ്കിലും ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ജലം കച്ചവടം ചെയ്യാം എന്ന് പറയുന്നൊരവസ്ഥ സമ്മതിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒപ്പിട്ട് കൊടുത്തു. ഇങ്ങനെ ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പിന്നാലെ നമ്മൾ ഇപ്പം നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവാം, എങ്കിലും നമ്മുടെ നദികൾ വിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഒരു അവസ്ഥ സംജാതമായി. കുറേയൊക്കെ നദികൾ വിൽക്കുകയും ചെയ്തു. കേരളത്തിലും നദികൾ വിൽക്കപ്പെടാൻ തുടങ്ങുകയാണ് എന്നുള്ളതിനെതിരെ വലിയ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് അങ്ങ് പോയാലുള്ള കരുവന്നൂർ പുഴ, ശുദ്ധജലം നിറഞ്ഞ ആ പുഴ വിൽക്കുന്നതിനെതിരെ നടന്ന സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കരുവന്നൂരിലെ ജനങ്ങൾ മുഴുവനും വളരെ ആവേശഭരിതമായി. എടത്തിരുത്തി സൗത്ത് SNVLP സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ചൊവ്വാഴ്ച നടന്നു. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു പിന്നിൽ നിന്നുകൊണ്ടാണ് ഇത്തരം കുഞ്ഞു സ്കൂളുകൾ വരുന്നത്. നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്തരം സ്കൂളുകളൊക്കെ ഇനി എടുത്തു പോകാൻ പോവുകയാണ്. അതൊക്കെ കള്ളുഷാപ്പായിട്ട് മാറുന്ന ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാടില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പറയാനുള്ള കാര്യം, ഇതുപോലത്തെ സ്കൂളുകൾ നിലനിർത്തുന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ നല്ലൊരു സ്ഥലത്താണ് എത്തിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വണ്ടി വരും, വീട്ടുമുറ്റത്തേക്ക് വരും. നമ്മളവിടെ അവരങ്ങ് കയറ്റിയിരുത്തും. അവരെന്നിട്ട് എല്ലാവരും കൂടിയിട്ട് പാടും റെയിൻ റെയിൻ ഗോ യവേ എന്ന് പറയും. നമ്മൾ അഭിമാനം കൊണ്ട് പുളകിതരാകും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മക്കൾ 3 വയസ്സായിട്ടുള്ള ചക്ക ഇംഗ്ലീഷിലെ പാട്ട് പാടുന്നത്. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. മലയാളത്തിൽ 10,000 പഴഞ്ചൊല്ലുകളുണ്ട്. നമ്മുടെ മക്കളെ ഈ വണ്ടി പോണ മക്കളത് കേൾക്കില്ല. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായിരുന്നു.
SSIയുടെ ചുമതല വഹിക്കുന്ന മതിലകം ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ CA രഞ്ജിത്ത്, KK രാജേന്ദ്രൻ, KR ഹരി, K നന്ദകുമാർ, ഷൈബി ഹരിലാൽ, മുഹമ്മദ് അഫ്സൽ, KG കൃഷ്ണനുണ്ണി, PK രജനി, MB ബിബിരാജ്, VP രേണുക എന്നിവർ പ്രസംഗിച്ചു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ കേരോത്പാദക സംഘങ്ങൾക്ക് കാർഷിക യന്ത്രോപകരണങ്ങൾ വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NS ധർമ്മൻ അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ TM മാലിനി പദ്ധതി വിശദീകരണം നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് എമിലി, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പുല്ലുവെട്ടി യന്ത്രം, മരുന്ന് തെളിക്കുന്ന യന്ത്രം, കുറ്റിപ്പമ്പുകൾ എന്നീ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. കയ്പമംഗലം കൂരിക്കുഴി കോതങ്ങത്ത് ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ നവകലശം, പഞ്ചഗവ്യം, ഉപദേവതകൾക്ക് കലശം, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമലക്ഷ്മി സെന്ററിൽ നിന്നും പകൽപൂരം ആരംഭിച്ചു. ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും താലമേന്തിയ ഭക്തരുടെയും അകമ്പടിയോടെയായിരുന്നു പൂരം വരവ്. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, തായമ്പക, രാത്രി ഭഗവതിക്ക് കളമെഴുത്തുംപാട്ടും എന്നിവ നടന്നു. കയ്പമംഗലം ചളിങ്ങാട് കക്കത്തോട്ടുങ്ങൽ ശ്രീ ഭഗവതി വിഷ്ണുമായ മുത്തപ്പൻ ക്ഷേത്രോത്സവം വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിലായി ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി നാരായണൻ കുട്ടിശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവദിന ചടങ്ങുകൾ നടക്കുക. വ്യാഴാഴ്ച രാവിലെ മുത്തപ്പന് കളം, ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്ക് കളം, വൈകിട്ട് അഷ്ടനാഗക്കളം, രാത്രി വിഷ്ണുമായ കളംപാട്ട് എന്നിവ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8:30 പൊങ്കാല, രാവിലെ 9 ശീവേലി, വൈകിട്ട് 3:30 എഴുന്നള്ളിപ്പ്, ദീപാരാധന, തായമ്പക, കളംപാട്ട് എന്നിവയും ഉണ്ടാകും. ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ നാഗപ്രതിഷ്ഠ നടന്നു. KK രഘുപതി തന്ത്രി പ്രതിഷ്ഠയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനം കൊലപാതകം പോലീസ് അന്വേഷണം ഊർജിതം. കൊലപാതകം ആളുമാറിയതാണെന്ന് സംശയം. യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്ന് MLA. KK ദിവാകരൻ ബലിദാന ദിനം എടമുട്ടത്ത് BJPയുടെ പ്രകടനവും പൊതുയോഗവും. പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.